റെഡി? എവർക്കുള്ള ക്വസ്റ്റ്. ഓക്കെ. ഗോഡ്സെയും ആപ്തയും ജനുവരി 17 മുതൽ 20 വരെ ഡൽഹി മറീന ഹോട്ടലിലെ 40-ാം നമ്പർ മുറിയിൽ താമസിച്ചു. എൻ ദേശ്പാണ്ഡെ, എസ് ദേശ്പാണ്ഡെ എന്നീ പേരുകളാണ് താമസിച്ചത്. സഹോദരന്മാർ എന്നാണ് അറിയിച്ചത്. ഈ വാദം ഗോഡ്സെ അംഗീകരിച്ചെങ്കിലും പേര് മാറ്റിയാണ് മുറിയെടുത്തത് എന്നറിഞ്ഞില്ല എന്നാണ് ഗോഡ്സെയുടെ മൊഴി. കണ്ടു, വളരെ എളുപ്പമുള്ള സാധനമാണ്. അതിലാവുമ്പോ കുറച്ച് ഡേറ്റുകളും നമ്പറുകളും ഓർത്താ മതി അല്ലേ? ആരുടെ വധത്തെ കുറിച്ചുള്ള വാക്കുകളാണ് കേട്ടത്? ആരുടെ വധത്തെയോ? ഒരാളെ കൊല്ലുന്നതിനെ കുറിച്ചുള്ള ആ പ്ലാനിങ്ങും ആ പ്ലാനിങ്ങിനെ പിറകിലുള്ള കഥയും ഒക്കെ ആയിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഗോഡ്സെന്ന് മാത്രമേ കേട്ടുള്ളൂ. ഗോഡ്സെന്ന് മാത്രം ഓർമ്മയുണ്ടായാൽ മതി. ഗാന്ധിജി, മഹാത്മാഗാന്ധി അല്ലേ? ശരിയായ ഉത്തരം. അപ്പൊ എന്താ ഗെയിം അറിയണ്ടേ? ഗെയിം പ്ലീസ്. 2 കോൺസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, 2 സ്റ്റിക്സ്, രണ്ട് സ്റ്റിക്സ് ഉണ്ട് ആൻഡ് ഒരു ബൗള് നിറയെ ബാംഗിൾസ് ഉണ്ട്. അപ്പൊ എന്താ ചെയ്യണ്ടേ വെച്ച് കഴിഞ്ഞാ, ഇതിനകത്ത് ഗ്രീൻ എടുക്കണം, ഇതിന്റെ അകത്ത് റെഡ് എടുക്കണം ആൻഡ് ഈ ഒരു കോണിലേക്ക് ഇതിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഓ സൂപ്പർ. ഞാൻ ഒരു വള ഇട്ടിട്ടുള്ളൂ, നിങ്ങൾ 4 വള ഇടണം. 4 ടോട്ടൽ 8. അപ്പോ ഒരുപാട് കൈകളിലേക്ക് വളകൾ ഇട്ട് കൊടുത്ത ആ കൈ തന്നെ അവിടെ അല്ലേ? പിന്നെ 45 seconds ഓഫ് ടൈം. ഓടൂ, വാരൂ, നേടൂ, ഗോ. സൂപ്പർ സ്റ്റാർ ഡെയിൻ ചേട്ടാ, ഇതൊക്കെ വളരെ നിസ്സാരമായി താങ്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളാണ്. ഓക്കെ, ഈസി. രണ്ടാമത്തത് ഡെയിൻ ചേട്ടനൊക്കെ എന്ത് അല്ലേ? ഡെയിൻ ചേട്ടൻ ടാസ്ക് ചെയ്യുമ്പോൾ ഭയങ്കര സീരിയസ് ആട്ടോ. അടുത്തത് ലാസ്റ്റ് വൺ. 4 എണ്ണം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സൂപ്പർ. സമയമുണ്ട് ഡെയിൻ ചേട്ടാ. 9, 8, 7, 6, 5, 4. ഞാൻ പറയട്ടെ, അവസാനം ഒരെണ്ണം കിട്ടാതെ വന്നപ്പോഴേ എന്നാ അത് വിട്ടിട്ട് വരണം. ഇല്ല, അതും കൂടി എടുത്തിട്ടേ ഞാൻ ഡെയിനെ പുതിയ വീട് തുടക്കാനുള്ള മോപ്പ്. ആ മോപ്പ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇച്ചിരി ദാഹജലം നൽകാൻ സോഡാ മേക്കർ, പിന്നെ ഗ്യാസ് സ്റ്റൗ, റൈസ് കുക്കർ. ഷോ പിടിച്ചോ. അങ്ങനെ ഈ റൗണ്ട് വിജയകരമായി പൂർത്തിയായെങ്കിലും ഒരു സങ്കടമുണ്ട്. എന്താ? നിങ്ങൾ രണ്ടുപേരും ഉത്തരം പറഞ്ഞതോടുകൂടി നമ്മുടെ എംപയർ കോളേജിലെ ടീമിന് പ്രശ്നമില്ലേ? നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടണ്ടേ? അപ്പൊ ഒരു ചോദ്യം തരാം. 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന മോഹൻലാലിന്റെ സിനിമ, ആ സിനിമയെ ബേസ് ചെയ്ത് അമൽ നീരദ് അതിന്റെ ഒരു സ്പിൻ ഓഫ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ചിത്രത്തിന്റെ പേരെന്താണ്? ഉത്തരം അറിയാമെങ്കിൽ കൈപൊക്കിയാൽ. സാറന്മാരാണ് കൈപൊക്കിയത്, ഒരു സ്റ്റുഡന്റ് പോലും കൈപൊക്കിയിട്ടില്ല. കണ്ടോ? പറയൂ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? വരൂ സാർ. എംപയർ കോളേജിന്റെ അഭിമാനമായി. സാറിന്റെ പേര്? ജിത്തു. ജിത്തു. എന്താണ് സാർ പഠിപ്പിക്കുന്നത് അവിടെ? ഞാൻ സൈക്കോളജി. സൈക്കോളജിയാണ് പഠിപ്പിക്കുന്നത്. ഓ. അപ്പോ സാർ 10 സെക്കൻഡ് സമയം. അവിടെ കയറി ഗ്രീൻ റിബൺ കെട്ടി വെച്ചേക്കുന്ന മാക്സിമം സാധനങ്ങൾ എടുത്ത് ഇറങ്ങാം. ഓക്കെ? ഓടൂ, വാരൂ, നേടുക. 10, 9, 8, 7, 4. ഇപ്പോഴും ലീഫ് ഇല്ലാത്ത ഫാൻ എടുക്കുന്നത് എല്ലാവരുടെയും ഹോബി ആയതുകൊണ്ട് കുഴപ്പമില്ല, ലീഫ് വേറെ തരാം, പേടിക്കണ്ട. അല്ലാതെ ഇത് മാത്രമായിട്ട് കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ, അങ്ങോട്ട് ഊതേണ്ടി വരും. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. നോക്കുമ്പോഴേ ഒരു എയർ ഫ്രയർ, അത് മോർഫി റിച്ചാർഡ്സിന്റെ എയർ ഫ്രയർ അവിടെ നിന്ന് തിളങ്ങുന്നു. കറക്റ്റ് ആയിട്ട് അവിടെ നോക്കി വെച്ചത് പ്ലാൻ ചെയ്ത് പോയി എടുത്തത് അല്ലേ? സാർ ഇത് എല്ലാം കൂടി പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരെ വെച്ചേരാം. I'll take the mic. ഓക്കെ, സാറിനെ സഹായിക്കും ഒരു കുട്ടിയില്ലേ ഇവിടെ? സഹായിക്കും.